പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ആശാവിളംബര ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. ഹല്ലേലൂയ. അത് ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ആമേൻ, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം പോലെ തന്നെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം തകർച്ചയിൽ നിന്നും തരിപ്പണത്തിൽ നിന്നും മാറ്റിയിട്ട് ആമേൻ ജീവവൃക്ഷം പോലെ മനുഷ്യൻ്റെ ജീവിതത്തെ പണിതെടുപ്പാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, താങ്കൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ ദൈവം ഒരു വാഗ്ദത്തം തരികയാണ്. എന്താണ് വാഗ്ദത്തം? ദൈവം നിങ്ങളെ ജീവവൃക്ഷം പോലെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്നേഹത്തോടുകൂടി ദൈവം നമുക്കൊരു വാഗ്ദത്തം തരികയാണ്. എന്താണ് ആമേൻ ദൈവത്തിലെ വാഗ്ദത്തം? ആമേൻ, നീ നീണ്ടകാലം കാത്തിരുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ആ പ്രാർത്ഥന വിഷയത്തിൻ്റെ കാത്തിരിപ്പിന് മറുപടിയായി ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ, ഞാൻ നിനക്ക് സാധാരണ ഒരു അനുഗ്രഹത്തെ അല്ല തരുന്നത്. ആമേൻ, ദൈവം പറയുകയാണ്, ഞാൻ തരുന്ന അനുഗ്രഹം ജീവവൃക്ഷം പോലെ ആമേൻ മഹത്വമേറിയ ഒരു അനുഭവമായിരിക്കും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വിവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും മനുഷ്യൻ കാത്തിരുന്നിട്ട് ആ കാത്തിരിപ്പിന് മറുപടി കിട്ടാതെ വരുമ്പോൾ നിരാശിതരായി ദുഃഖിതരായി മാറുന്ന അനവധി സാഹചര്യങ്ങളുണ്ട്. ഞാനത് പറയുമ്പോൾ എന്നെ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായി പലരും വിളിക്കുമ്പോൾ അവർ കാത്തിരുന്ന വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഇനി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്ന്. അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ്? അവർ മനസ്സ് മടുത്തു പോയത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു കഠിനമായ അനുഭവമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും അതിന് ക്ഷമ കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച വിഷയം എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും അതിന് മറുപടി തരുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ആമേൻ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ തളർത്തിക്കളയുന്ന നീണ്ടകാലം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആമേൻ അത് പറ്റിപ്പാണെന്ന് തോന്നുന്ന നിലയിലൂടെ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ കൊണ്ടുതരും. ഹല്ലേലൂയ. അങ്ങനെ സാത്താൻ്റെ പ്രേരണ നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആമേൻ നിങ്ങളവിടെ വീണു പോകാതെ നിങ്ങൾ ആരെയാണ് കാത്തിരുന്നത്? ആ കാത്തിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ നിശ്ചയമായി നിന്നെ മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ, മരവിച്ച് കിടക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേ, ചില ആളുകൾ ഹല്ലേലൂയ കാത്തിരുന്ന് മടുത്ത് ആമേ വളരെ നിസ്സാരന്മാരായി ആമേ വേദനയോടെ ഇരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേ, ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ആമേ കുട്ടികളുടെ പഠനത്തിൽ നല്ല വിജയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ, ആമേ നല്ല കൃഷിയുടെ അനുഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ആമേ നല്ല ജോലി ഉയർച്ച കിട്ടാൻ വേണ്ടി, സാലറി കിട്ടാൻ വേണ്ടി ആമേ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒരു ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, കടബാധ്യതയൊക്കെ തീർന്ന് സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, വിദേശത്ത് കടന്നുപോയി കഷ്ടം സഹിച്ച് ജോലി ചെയ്ത് രാവും പകലും കർത്താവെ കഠിനാധ്വാനം ചെയ്ത് സ്വന്തമായൊരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ ആമേ ജീവിതത്തിലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ആമേ വിവിധ തലങ്ങളിൽ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ അത് അടച്ചു തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിങ്ങനെയുള്ള ഏതെങ്കിലും വിഷയത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, നിങ്ങൾ മടുത്തു പോകരുത്. ഹല്ലേലൂയ. മടുപ്പ് എന്ന് പറയുന്നത് നമ്മെ ക്ഷീണിപ്പിക്കും, നമ്മളെ തളർത്തിക്കളയും. ഏത് വിഷയമായിരുന്നാലും അതിനെ നേരിടുവാനുള്ള കൃപയാണ് നമുക്ക് ആമേൻ വേണ്ടിയത്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ആമേൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ. പൗലോസ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞത് എന്താണ്? ആമേൻ 2 കൊരിന്ത്യർ ലേഖനം 12:9 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന്
നിരാശനായി മാറുമ്പോൾ നീ ഭാരപ്പെട്ട് പോകരുത്. നിന്റെ കാത്തിരിപ്പിനൊരു മറുപടിയുണ്ട്. ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, പ്രഭാതത്തിൽ വള്ളവും എടുത്തുകൊണ്ട് ഈ കടലിലേക്ക് പോയ അനവധി ആളുകൾ ഈ കടൽ മീൻ പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അനവധി വള്ളങ്ങൾ ഈ കടലിൽ കിടക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ, അവരൊക്കെ പ്രഭാതം തൊട്ട് കടലിൽ വല വീശുന്നവരും ചൂണ്ടയിടുന്നവരുമാണ്. അവരൊക്കെ ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. എന്തിനാണ് രാവിലെ കടലിൽ പോയത്? ലഭിക്കുന്ന മീനെ കൊണ്ടുവന്ന് വിറ്റിട്ട് കുടുംബം പോറ്റുവാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വേണ്ടി ഒക്കെ കഷ്ടപ്പെടുന്നവർ. അങ്ങനെ മനുഷ്യൻ എല്ലാ സാഹചര്യങ്ങളിലും വളരെ കഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് നീ തളർന്നു പോകരുത്. ദൈവം നിന്നെ ജീവവൃക്ഷം പോലെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ചിലർ ആശുപത്രിയിൽ രോഗികളായി കിടക്കുന്നു, എന്ന് സൗഖ്യം പ്രാപിക്കും. ചിലർ ഭവനത്തിൽ രോഗികളായി കിടക്കുന്നു, എന്ന് സൗഖ്യം പ്രാപിക്കും. ചിലർ വിവിധമായി ബന്ധനങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നു, എന്നതിനൊരു മോചനം കിട്ടും. ചില കുടുംബജീവിതങ്ങൾ തകർന്നിട്ട് എന്നതിന് പരിഹാരം കിട്ടുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. മക്കളെ കളഞ്ഞു പോയവരുണ്ട്, ഭർത്താക്കന്മാരെ കിട്ടാതെ പോയവരുണ്ട്. അവരൊക്കെ എവിടെയാണോ മടങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന അനവധി മാതാപിതാക്കളും സഹോദരിമാരും മക്കളും ഒക്കെ. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുവാനും അറിയുവാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്കൊരു കാത്തിരിപ്പുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്തൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ദൈവവചനം പഠിപ്പിക്കുന്നത് ആശാവിളംബരം ഹൃദയത്തെ തണുപ്പിക്കുന്നു, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം പോലെ തന്നെ. അതെ, ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ ഹല്ലേലൂയ ജീവവൃക്ഷം പോലെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ് ഹല്ലേലൂയ, ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്നാണ് വചനം വായിക്കുന്നത്. ഹല്ലേലൂയ, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയില്ല എന്ന് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നുണ്ട്. അത് ഈ വചനങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നിങ്ങൾ ദൈവസനെ നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തണം. നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവം നിങ്ങളുടെ സ്വന്തമാണ്. അതുകൊണ്ട് നിൻ്റെ കണ്ണുനീരിന് മറുപടി നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ശ്രോതാവേ, ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിന് ഏത് ഭാരമായിരുന്നാലും അതിന് നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് അനുഗ്രഹമായി മാറും. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത കനാലിലേക്ക് എത്തിക്കുവാൻ അവർക്കൊന്നിനും കുറവില്ലാതെ മരുഭൂമിയിൽ അവരെ തീറ്റി പോറ്റി വളർത്തിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവം കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അതേ, നമ്മെ അനാഥനായി വിടാത്ത കർത്താവ് ഹല്ലേലൂയ നിന്റെ സകല ആവശ്യങ്ങളും അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നു, സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി അവൻ ചെയ്തു തരും. സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരുമെന്ന്. അതേ, സകല വിഷയങ്ങളും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തന്ന് ഇന്നലകളിലെ നിന്റെ കണ്ണുനീര് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ, യുവതി യുവാവേ, നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നോ, എവിടെ ഇരുന്ന് കരയുന്നോ, നിലവിളിക്കുന്നോ, അതിൻ്റെ നടുവിൽ നീ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ, സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായ ദൂത് പറയുന്നത്, നിന്റെ താഴ്ചയിൽ, നിന്റെ കഷ്ടതയിൽ, നിന്റെ സങ്കടത്തിൽ, നിന്റെ വേദനയിൽ, നിന്റെ പരിഭവത്തിൽ ഹല്ലേലൂയ ഒരു ജീവവൃക്ഷം പോലെ നിന്നെ ദൈവം ദേശത്ത് മാനിക്കാൻ പോവുകയാണ്. നീ നിന്ദിക്കപ്പെട്ടിടത്ത്, പരിഹസിക്കപ്പെട്ടിടത്ത്, നീ അല്ലിയ വേദനിച്ച ഏത് സാഹചര്യമാണോ അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്താൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. വായിച്ച വചനം എന്താണ്? ആശാ വിളംബരം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം പോലെയെന്ന്. അതെ, ഇന്ന് പകൽ നിന്നെ ജീവവൃക്ഷം പോലെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനുമായി പ്രാർത്ഥിക്കുന്നു.
ജീവിതത്തെ തകർന്ന് നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരു ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. കഷ്ടത്തിൻ്റെ നടുവിൽ ജനത്തെ മാനിച്ച് ജീവവൃക്ഷം പോലെ അവനെ മാനിക്കുന്നതിനായി സ്തോത്രം. കേരളത്തിലും ഭാരത ലോക രാജ്യങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവവരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.